ഞാൻ ഡോക്ടർ പ്രകാശ്. ഈയിടെയായിട്ട് ചികിത്സയ്ക്കെത്തുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പീരീഡ്സ് ശരിയല്ല ഡോക്ടറെ. ചിലർ പറയും അങ്ങനെയല്ല, എനിക്ക് PCOD ഉണ്ട് ഡോക്ടറെ, അല്ലെങ്കിൽ POS ഉണ്ട് ഡോക്ടറെ എന്നാണ്. സ്ത്രീകളുടെ മനസ്സ് എപ്പോഴും അവരുടെ ഗർഭാശയവുമായി ബന്ധപ്പെട്ടിരിക്കും. ഈ ഗർഭാശയത്തിൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ വിവിധങ്ങളായ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഈ ഹോർമോണിൻ്റെ അവസ്ഥകൾ കൂടിയും കുറഞ്ഞും വരുന്നതിനനുസരിച്ച് അവരുടെ മനസ്സിൻ്റെ സ്വഭാവവും അവരുടെ മൂഡും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഇതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമക്കുറവും മാനസിക സംഘർഷങ്ങളും എല്ലാം കൂടി ഈ ഗർഭാശയത്തിൻ്റെ പ്രവർത്തനത്തെ ആകെ തകിടമറിക്കുകയാണ്. ഭക്ഷണക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ വളർത്തു മൃഗങ്ങളുടെ ഇറച്ചി കഴിക്കുന്നതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും, പ്രത്യേകിച്ചും കോഴിയിറച്ചി. ഈ കോഴികളെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. റാപ്പിഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, രാസപദാർത്ഥങ്ങൾ, ആൻറ്റിബയോട്ടിക്സ് ഇതൊക്കെ കൊടുത്താണ് കോഴീനെ വളർത്തിയെടുക്കുന്നത്. വേഗത്തിൽ വളരാൻ ഇതൊക്കെ വേണേ. അപ്പോൾ ഈ കോഴിയുടെ ഇറച്ചിയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലേക്കും ഈ അംശങ്ങളൊക്കെ കയറാതിരിക്കില്ലല്ലോ. ചില പഠനങ്ങൾ കാണിക്കുന്നത് ഈ മാംസാഹാരത്തിലെ ദോഷങ്ങൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് എന്നാണ്. ഇക്കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളുടെ പീരീഡ്സ് പോലും വളരെ വേഗത്തിൽ വരുന്നതായിട്ട് കാണാം. അതുമാത്രമല്ല, പലർക്കും വലിയ വേദനയും ഈ പീരീഡ്സ് തന്നെ ക്രമം തെറ്റിയൊക്കെയാണ് വരുന്നത്. ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളെ എടുത്താൽ പകുതിയോളം പേർക്കും PCOD അല്ലെങ്കിൽ PCOS ബാധിച്ചവരായിരിക്കും. ഈ PCOD എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരേ സമയം ഒന്നിലധികം ഓവങ്ങൾ വളരാൻ ശ്രമിക്കുന്ന പ്രതിഭാസത്തെയാണ് PCOD എന്ന് പറയുന്നത്, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. നമ്മൾ മുൻപേ പറഞ്ഞ ഈ ഹോർമോണുകളുടെ തകരാറ് കാരണം കൊണ്ട് ഈ ഓവത്തിൻ്റെ ഒന്നിൻ്റെയും ഗ്രോത്ത് വേണ്ട രീതിയിലായിരിക്കില്ല. ഒരേ സമയം ഒന്നിലധികം ഓവങ്ങൾ വളരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ഓവത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ പേടിക്കാതിരിക്കാനാവില്ല. താളം തെറ്റിയ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ തകരാറ് പിടിച്ച അവസ്ഥയിൽ നിന്നും നമുക്കെങ്ങനെ സ്വാഭാവികമായ രീതിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. സ്റ്റാർച്ച് അധികം ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുക. മത്സ്യമാംസാദികൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചുപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വ്യായാമത്തിൻ്റെ കാര്യമാണ്. തീർച്ചയായും എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. യോഗയോ ഡാൻസോ, ഇപ്പോൾ സുംബ ഡാൻസൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇനി ജിംനേഷ്യത്തിൽ പോയാലോ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്താലും വിരോധമില്ല. എന്തായാലും നിശ്ചയമായും വ്യായാമം ചെയ്തിരിക്കണം. ഓരോ രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥ വേണ്ടതുപോലെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യുന്ന രീതിയിലാണ് ആയുർവേദം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആയതുപ്രകാരം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ഔഷധക്കൂട്ടുകൾ ചേർത്ത് ചെറ്റിപ്പറമ്പിൽ ആയുർ പ്രൊഡക്ട്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഔഷധമാണ് കദളി രസായനം. കദളി രസായനം കഴിക്കുന്നത് വളരെ ലളിതമാണ്. 1.5 ടീസ്പൂൺ വെച്ച് 2 നേരം കഴിക്കുക. പുറകെ അല്പം പാല് കൂടി കുടിച്ചാൽ നന്ന്. പിന്നെ അടുത്തത്, ഇത് എവിടെ കിട്ടുമെന്നല്ലേ? പല ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിൽ ഇത് ലഭ്യമാണ്. ചേറ്റിപ്പറമ്പിൽ ആയുർ പ്രൊഡക്ട്സിൻ്റെ കദളി രസായനം നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള നമ്പറിൽ എന്നെ നേരിട്ട് വിളിച്ചോളൂ.